അനിമോള് ഷാനവാസിനോട് ആ കാര്യം പറയാണ്, അനീഷ് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ ഷാനവാസ് രാവിലെ ഈ കാര്യം ചോദിച്ചിരുന്നു, എന്താ അനിമോളെ, കാരണം അനീഷ് വളരെ മൂഡ് ഓഫ് ആയിരിക്കുന്നു, അനിമോള് മിണ്ടാതിരിക്കുന്നു. അപ്പോഴേ ഷാനവാസിന് കാര്യം മനസ്സിലായിരുന്നു. അപ്പോൾ ഷാനവാസ് പറയാം, ഞാൻ ചോദിച്ചല്ലോ, എനിക്ക് മനസ്സിലായായിരുന്നു. അപ്പം പിന്നെ അനിമോള് പറയാണ്, രാവിലെ എന്നോട് ഇങ്ങനെ പറഞ്ഞ്, എന്നെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന്. അപ്പം ഞാൻ പറഞ്ഞ്, അനീഷേട്ടനെ പണ്ട് എനിക്ക് അത്ര ഇതല്ലായിരുന്നു, ഇപ്പം ആർക്കും ഇഷ്ടപ്പെട്ടുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഷാനവാസ് ഇരുന്ന് ചിരിക്കുവാണ്. അപ്പം പിന്നെ അനിമോള് പറയാണ്, ഞാൻ എന്നിട്ട് പല ടൈമിനും പുള്ളിയെടുത്ത് എനിക്കൊരാങ്ങളെ പോലെ ആണെന്ന് പറയാമെന്ന് വെച്ചതാണ്. അപ്പോഴത്തേക്കും പുള്ളി സംസാരിക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ ആദിൽ പറഞ്ഞു, എന്ത് പറഞ്ഞാലും തമാശ അയാൾക്ക് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു മനുഷ്യനാണല്ലോ, ഇയാൾ എന്താ ഇങ്ങനെ. അപ്പോൾ ഷാനവാസ് പറഞ്ഞു, വളരെ നല്ല മനുഷ്യനാണ് അയാൾ, ഈ ഹൗസിലേക്ക് ഏറ്റവും നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് പറയുന്നത്. അപ്പോൾ അനിമോള് പറയുന്നത്, അത് ശരിയാ, പക്ഷേ എനിക്ക് അയാൾ ഒരു ആങ്ങളെ പോലാണെന്ന് പറയുന്നു. അപ്പം ഷാനവാസ് ഈ ക്രെഡിറ്റ് മുഴുവൻ എനിക്കാണ്. അപ്പോൾ ഒന്ന് ഷാനവാസ് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ, അല്ല ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിയെ മാറ്റിയെടുത്തത്, പുള്ളി ആരുമായിട്ടും മിണ്ടാതെ ഒറ്റപ്പെട്ട ഒരു ഇതല്ലായിരുന്ന, ആ അദ്ദേഹത്തെ മാറ്റിയെടുത്തത് ഞാൻ, ക്രെഡിറ്റ് എനിക്കാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഷാനവാസ് ആരോടും പറയല്ലേ. അപ്പം അതിൽ പറയണം, ഇപ്പം ആരോടും പറഞ്ഞില്ലെങ്കിലും ലാലേട്ടൻ എന്തായാലും ഇത് ചോദിക്കുക തന്നെ ചെയ്യും ഈ കാര്യം എന്ന് അനിമോളോടും ഒക്കെ പറയുന്ന ടൈമിലാണ് ബിഗ് ബോസ് ഈ അനീഷും അനിമോളും കൂടെ ജയിലിൽ കിടന്നപ്പോൾ തീപ്പെട്ടി കൊണ്ട് മനുഷ്യരൂപം ഉണ്ടാക്കാൻ പറഞ്ഞു. അനീഷും ഉണ്ടാക്കി, അനിമോളും ഉണ്ടാക്കി. എന്നിട്ട് അനിമോൾ കുറേ മനുഷ്യ രൂപം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഇത് നമ്മളുടെ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞ്. അപ്പോൾ ആ സമയത്ത് ബിഗ് ബോസ് 2 ആഴ്ച മുമ്പുള്ള കാര്യം, ആ ഒരു ടാസ്കിൽ ഇവർക്ക് കൊടുത്തിരുന്ന ആ ഒരു പണിഷ്മെൻറ്റ് ഇന്ന് കാണിക്കുന്നുണ്ട് ബിഗ് ബോസ്. കാരണം അനിമോളുടെ ഭാഗത്തുനിന്നും തെറ്റുണ്ട്. ലാലേട്ടൻ അന്ന് തല മസാജ് ചെയ്തോ കാര്യം ചോദിച്ചപ്പോൾ അനിമോൾക്ക് പറയാമായിരുന്നു, എനിക്ക് എൻ്റെ ഏട്ടനെ പോലാണ്, എനിക്ക് ഏട്ടനില്ലാത്തതുകൊണ്ട് എൻ്റെ സ്വന്തം ചേട്ടനെ പോലാന്ന് പറഞ്ഞിരുന്നെങ്കിൽ അനീഷ് ഇന്ന് ഈ ഒരു അങ്ങനെ ആയിരുന്നെങ്കിൽ പുള്ളി ഈ ഒരു പ്രപ്പോസലിനായിട്ട് ഇന്ന് അനിമോളുടെ അടുത്ത് ചോദിക്കത്തില്ലായിരുന്നു. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.